തമിഴ്നാട്ടുകാരിയായ അനന്യയും പഞ്ചാബുകാരനായ കൃഷും കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ചില സബ്ജക്റ്റിൽ പുറകോട്ടായ അനന്യയെ കൃഷ് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പഠിച്ചും അവർ തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കെ കോളേജ് കാലം അവസാനിച്ചു. ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് കൃഷിന്റെ അമ്മയും അനന്യയുടെ ഫാമിലിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ആദ്യ ദിവസം തന്നെ പഞ്ചാബുകാരിയായ അമ്മയും തമിഴ്നാട്ടുകാരായ അനന്യയുടെ ഫാമിലിയും തമ്മിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാവുന്നു. പിന്നീട് അനന്യ സ്വന്തം നാട്ടിൽ ജോലിക്കായി പോകുന്നതോടെ കൃഷും അവിടേക്ക് പോകുന്നുണ്ട്. അവനവളുടെ ഫാമിലി ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. അച്ഛന് ജോലിയിൽ ഹെൽപ്പ് ചെയ്തും അനിയനെ പഠിത്തത്തിൽ സഹായിച്ചും പാട്ട് വീക്ക്നെസ് ആയ അമ്മയെ ഒരു സ്റ്റേജിൽ പാട്ട് പാടാൻ അവസരം കൊടുത്തും അവരെ അവൻ വീഴ്ത്തുന്നു. ഫാമിലിയെ മൊത്തത്തോടെ പ്രപ്പോസ് ചെയ്ത് അവൻ അവരെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗം ഓക്കെ ആയെന്ന് മനസ്സിലായ അനന്യയും കൃഷും മറുഭാഗം ഓക്കെ ആക്കാനായി കൃഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അവന്റെ അമ്മയ്ക്ക് അവളൊരു തമിഴ്നാട്ടുകാരിയായത് അത്ര ഇഷ്ടമായിരുന്നില്ല. 7 വർഷങ്ങൾക്ക് മുമ്പേ കൃഷിന്റെ മറ്റൊരു പ്രണയത്തിന് അവന്റെ അച്ഛൻ സമ്മതിക്കാതിരിക്കുകയും അതിന്റെ പേരിൽ കൃഷും അമ്മയുമായി വഴക്കാവുകയും അബദ്ധത്തിൽ കൃഷി അച്ഛനെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ കൃഷും അച്ഛനും തമ്മിൽ സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അനന്യയുടെ കാര്യങ്ങളോ അവളെ വീട്ടിൽ കൊണ്ടുവരുന്നതൊന്നും തന്നെ കൃഷി അച്ഛനോട് പറഞ്ഞിരുന്നില്ല. മകന്റെ ഇഷ്ടമല്ലേന്നോർത്ത് കൃഷിന്റെ അമ്മ അനന്യയുടെ ഫാമിലി മീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നു. എന്നാൽ തമ്മിൽ കാണുന്ന സമയം മുതൽ രണ്ടു കൂട്ടരും അവരുടെ സംസ്കാര രീതികളും ചടങ്ങുകളും പറഞ്ഞ് അടിയാവുന്നു. അങ്ങനെ അനന്യയുടെ ഫാമിലി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തന്റെ ഫാമിലി ഇൻസൾട്ട് ചെയ്തത് കൊണ്ട് തന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് അനന്യയും അവിടുന്ന് പോകുന്നു. കൃഷി ആകെ തകർന്നിരിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ അനന്യയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് മാപ്പ് പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വഴക്കുകളും പിണക്കങ്ങളും എല്ലാം മറന്ന് രണ്ട് വീട്ടുകാരും ഒരുമിച്ച് അവർ കല്യാണം കഴിപ്പിക്കുന്നു.